എനിക്ക് രക്ഷപ്പെടണം, വീണ്ടും തിന്മയുടെ ചെളിക്കുണ്ടിലേക്ക് ഞാൻ പോയി ചാടരുത്. അതിനാവശ്യമായ ഒരു പ്രൊട്ടക്ഷൻ, ഒരു മുൻകരുതൽ, ഒരു സാഹചര്യം നമ്മൾ ഒരുക്കിയേ പറ്റൂ. ഒന്നാമതായി അതിന് വേണ്ടത് നമുക്ക് പ്രാർത്ഥനയാണ്, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തെ ഞാനിതാ ജീവിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഈ പ്രകാശപൂർണമായ സന്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ നീ എനിക്ക് തൗഫീഖ് തരണേ എന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. രണ്ടാമത്, നിങ്ങളുടെ മാതാപിതാക്കളുമായി നിങ്ങൾ സദാ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കണം. കാരണം ആ മാതാപിതാക്കളാണ് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി നിങ്ങളെ ഈ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞു വിട്ടത്. അവർക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് നിങ്ങളെക്കുറിച്ച്. ആ സ്വപ്നങ്ങളൊക്കെ അവരിങ്ങനെ താലോലിച്ച് നിങ്ങൾ അവസാന സർട്ടിഫിക്കറ്റും വാങ്ങി, കോൺവെക്കേഷന്റെ ദിവസത്തിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റുകളും ബിരുദങ്ങളൊക്കെ വാങ്ങി പുറത്തേക്കിറങ്ങി വരുന്ന കാഴ്ച കാണാൻ അവർ കാത്തിരിക്കുകയാണ്. ഒരുപാട് മോഹങ്ങളുണ്ട് അവർക്ക്. ആ രക്ഷിതാക്കളുമായി നിങ്ങൾ നിരന്തര ബന്ധം വേണം. ഏത് ഫീസ് കഴിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് ഫീസിന്റെ അടക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കരുത്. പല വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെടുന്നത് ഫീസ് കിട്ടാനും സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ലഭിക്കുവാനും വേണ്ടി മാത്രമാണ്. ചിലരൊക്കെ അത് ഉമ്മയിൽ ഒതുക്കും, ഉമ്മയെ കൊണ്ട് ഉപ്പയോട് പറയിപ്പിക്കും. ചില മക്കൾക്കൊന്നും ഉപ്പമാരോട് സംസാരിക്കുവാനുള്ള ഒരു പ്രത്യേകമായ താല്പര്യം പോലുമില്ല. അത്രയും അവരുമായി ഒരു അവഗണനയും ഒക്കെ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കാരണം നമ്മുടെ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീരറ്റേണ്ടി വന്നാൽ, ഉപ്പ കരയേണ്ടി വന്നാൽ, ആ കണ്ണുനീരിന് പകരം നൽകുവാൻ ഒരിക്കലും നമുക്ക് സാധ്യമാവുകയില്ല എന്ന തിരിച്ചറിവുണ്ടാകണം.